ഏത് ചെടിയും പുഷ്പിക്കുന്ന പോലെ തന്നെ കപ്പയും പുഷ്പിക്കും. പുഷ്പിച്ച് കഴിയുമ്പോഴാണ് ആ സാധനം മെച്യൂരിറ്റിയിലാകുന്നത്. കപ്പയ്ക്ക് നല്ല നൂറും കാര്യങ്ങളെല്ലാം കിഴങ്ങ് പോകുന്നത്. പിന്നെ ഇത് മൂത്ത് ഈ പരുവത്തിൽ പരാഗണം നടന്നിരിക്കുന്ന ഇത്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരമറ്റത്തുള്ള കപ്പ കർഷകനായ ടോം വിട്ടുവയലിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കൃഷി ചെയ്തിരിക്കുന്ന കപ്പയിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ടോം തന്നെ വികസിപ്പിച്ചെടുത്ത ഈ കപ്പയിനം എങ്ങനെയാണ് ഇങ്ങനെയൊരു ഇനം കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങൾ ടോമിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അന്ന് ടോം പറഞ്ഞിരുന്നത് ഈ കപ്പ പരാഗണം നടന്നാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഇനം കിട്ടിയതെന്ന്. അതെങ്ങനെയാണ് പരാഗണം നടന്നതെന്ന് പറയാമോ? പറഞ്ഞുതരാം. ഈ കായാണ് ഉണങ്ങിക്കഴിയുമ്പം ബ്രൗൺ നിറത്തി വരും. ഈ കായാണ് നമ്മൾ പാകുന്നത്. ഇത് കായാകുന്ന രംഗം ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതങ്ങ് ഒടിച്ചു കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഈ പൂ വന്നിരിക്കുകയാണ്. ഇത് പരാഗണം നടത്തി പരാഗണം നടന്നിട്ട് കായായിരിക്കുന്നതാണിത്. ഈ ചെറിയ ബോൾ പോലെ വരുന്നത്. ഇത് നല്ല തടിപ്പുണ്ട് ഇതിന്. അതായത് ഇതുപോലത്തെ കായ്ക്കാത്തത് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഇതളുകൾ ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ ഈ പൂമ്പൊടി കണ്ടോ? ഈ വെള്ള പൂമ്പൊടി ഇതാണ് പരാഗണം. ഇത് കണ്ടോ? ഇതിലും ഇരിക്കുന്നുണ്ടോ? ഇത് കായായി. അതിൻ്റെ അടിയിൽ ഈ താമരപ്പൊട്ട് പോലിരിക്കുന്ന ഇതിൻ്റെ അടിയിലാണ് കായായി വന്നിരിക്കുന്നത് ഈ പൂമ്പൊടി. ഇത് കണ്ടോ? ഇവിടെ നിന്നാണ് തേനീച്ച പരാഗണം നടത്തി വന്നിരിക്കുന്നുണ്ട്. ഇത് കായായി. ഈ കായായി കഴിയുമ്പം വിടർന്ന് ഇലയെല്ലാം പൊഴിഞ്ഞ് കായായി കഴിയുമ്പം ഇതിങ്ങനെ ഇരിക്കും. ഇത് ബ്രൗൺ നിറത്തിലാവും. ഈ ബ്രൗൺ നിറത്തിലാകുന്ന കായെടുത്ത് നമ്മൾ പാകി കിളുത്ത് കഴിയുമ്പോൾ ഒരു 100 എണ്ണം പാകി കഴിഞ്ഞാൽ ഒരു 60 എണ്ണം കിളുക്കും. 60 എണ്ണം കിളുത്ത് കഴിയുമ്പം അതിൻ്റെ അകത്തൊരു 30 എണ്ണമെങ്കിലും നല്ലതായിരിക്കും. ആ 30 എണ്ണവും നമ്മൾ പിറ്റത്തെ കൊല്ലം പറിക്കുമ്പം ഒരു കിഴങ്ങ് കാണും. അല്ല തായ്തടിയലായിട്ട് ഒരു കിഴങ്ങ് കാണുള്ളൂ. തായ്തടിയെ നിങ്ങൾ പോന്നിരിക്കുക. ആ ഒരു കിഴങ്ങ് വെള്ളക്കിഴങ്ങാണോ ചുമലക്കിഴങ്ങാണോ നമ്മൾ നോക്കുമ്പോൾ അറിയാം. ചിലതിന് കയ്പ്പായിരിക്കും, ചിലതിന് കയ്പ്പ്. അത് നമുക്കിട്ട് അറിവ് കൊണ്ട് അത് പറ്റുള്ളൂ, പറയാൻ പറ്റിയല്ല. അത് അനുഭവിച്ചറിയണം. എക്സ്പീരിയൻസ് വേണം ആ കാര്യത്തിൽ. എന്നിട്ട് അതിൻ്റെ അത് നല്ലത് നോക്കി 30 തണ്ടുണ്ടെങ്കിൽ ആ 30 തണ്ട് കൊള്ളാവുന്ന എടുത്തല്ല 20 തണ്ടുണ്ടെങ്കിൽ 20 തണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പം 100 എണ്ണമായി മാറും. ആ 100 എണ്ണത്തിൽ പിറ്റത്തെ കൊല്ലം പറിക്കുമ്പോൾ ഒരു 50 എണ്ണം നല്ലത് കാണുള്ളൂ. അവിടെയും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ 50 എണ്ണത്തെ നമ്മൾ പെണയെ വെട്ടി നട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഓക്കെ. ഓമേ, ഇത് ഒരു കപ്പയിൽ തന്നെ 2 വെറൈറ്റി തണ്ടാണല്ലോ. ഒന്നിന് നീട്ടമുണ്ട്, ഒന്നിന് നീട്ടമില്ല. കവല കുത്തി. ഇതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. അതായത് ഈ തണ്ട് എൻ്റെ ഇരിക്കുന്ന തണ്ടുമായിട്ട് പരാഗണം മൂലം ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് നട്ടു വന്നിരിക്കുന്നതാണ്. കാന്താരിപ്പടപ്പൻ എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിൻ്റെ മാതൃവൃക്ഷം. അതിലോട്ട് പരാഗണം ചെയ്ത് വന്നിരിക്കുന്ന വിത്ത് കണ്ടിട്ട് പാകി വന്നിരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പയാണ് ഇത്. നീളം കൂടി ഐറ്റം. ഒരെണ്ണത്തെ തന്നെ കണ്ടോ? ഒന്ന് വലുതുമായിട്ട് വന്നിരിക്കുന്ന കണ്ടോ? ഇതെല്ലാം വലുതായി. ഈ തണ്ട് വരുന്ന പ്രാവശ്യം എൻ്റെ ഇരിക്കുന്ന തണ്ടിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ തണ്ടിൽ നിന്നുണ്ടാകുന്നവർ വരുന്ന പ്രാവശ്യം അതിന് മറ്റേ തണ്ട് എൻ്റെ തണ്ട് തന്നെ ആയിട്ട് മാറും. ആ സമയം ഇത് കൊണ്ടുപോയി വെള്ളത്തണ്ടിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞിരുന്നാൽ വരുന്ന കൊല്ലാമത്തേനും ഇത് വെള്ളത്തണ്ടിൻ്റെ അംശത്തിലേക്ക് കൂടും. പിന്നത്തെ പ്രാവശ്യം വെള്ളത്തണ്ടായിട്ട് മാറും. ഇത് വേറെ ഏതെങ്കിലും ഐറ്റത്തിനൂടെ കട്ടക്കപ്പയുടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ സവിശേഷ ഗുണം ഇതിലും ബാധിച്ചിട്ടുണ്ട്. ഇതിലും ബാധിക്കും. പരാഗണം മൂലം ഉണ്ടാകുന്ന പരാഗണം മൂലം മാറിയിരിക്കും. 6 കൂടെ ഇത് കൊണ്ട് ഇടുന്ന അവരുടെ കൂടെ ആയിട്ട് മാറിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇരിക്കുന്ന തണ്ട് തന്നെ കൊണ്ടു നടക്കുന്നത്. പുതിയ വെറൈറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ അതുപോലെ തന്നെ ആരുടെ കൂടെ നമ്മൾ സംസർഗം വെക്കുന്നോ അവന്റെ സ്വഭാവം ഇതിലേക്ക് വരുന്നിരിക്കും. ഇവൻ 6 കൂടെ കട്ടക്കപ്പയുടെ കൂടെ കൊണ്ട് ഇടുന്നെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് ഇവൻ മാറിപ്പോയിരിക്കും. കാരണം പരാഗണം പോലെ ഇവൻ അവന്റെ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇരിക്കുന്ന തണ്ട് വളരെ സൂക്ഷിച്ച് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു രീതിയിലാണ് കൊണ്ടുനടക്കുന്നത്. ഒരെണ്ണത്തെ തന്നെ ഇപ്പൊ കണ്ടോ? ഇത് കാന്താരിപ്പടപ്പന്റെ സ്വഭാവവും. അപ്പൊ ഇതൊന്നും പറഞ്ഞേ, ഇത് സവിശേഷ ഗുണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അല്ലേ? ഇതിന് നീളം കൂടുതൽ അല്ലേ? അതായത് ഈ കിഴങ്ങ് പോയി അത് തുരപ്പം കൊണ്ടുപോയി പോയി. അതായത് 3 എണ്ണം തുരപ്പം തിന്നു. അതിന്റെ അടിയിൽ ഒരു കിഴങ്ങ് ഉണ്ട് കേട്ടോ. കടാമട്ടനായിരിക്കും ഇരിക്കുന്നു. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് നീളം കൂടുതലാണ് കിഴങ്ങുകൾക്ക് അല്ലേ? ഏക എണ്ണത്തിലല്ലേ പോയത്? ഒരേ എണ്ണത്തിൽ. അതെ.
എൻ്റെ ഒരു കൈയുടെ നീളത്തിലാണ് ഈ സംഭവം പോകുന്നത്. പോകുന്നത്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമല നിറം കൂടുതലുണ്ട് അല്ലേ? ചുമപ്പ് കൂടുതലുണ്ട്. ടോമെ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോയ ടോമിന്റെ തണ്ടും ഈ തണ്ടുമായിട്ട് ഒത്തിരി മാറ്റമുണ്ട്. ഇതിന് പൊക്കമില്ലല്ലോ. ഇതെല്ലാം കൂടെ അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഞാൻ പരാഗണം നടത്തി എൻ്റെതായ രീതിയിൽ എടുത്തിരിക്കുന്ന എനിക്ക് വിശ്വാസപൂർവ്വമുള്ള തണ്ടാണ് ബോച്ചേട്ടൻ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയത്. ആ തണ്ട അങ്ങപ്പുറത്തെ സൈറ്റിലുണ്ട്. ഈ സൈറ്റ് വേറെ എനിക്ക് തികയാതെ വന്നിട്ട് എൻ്റെ ഉണ്ടായിരുന്ന തണ്ട് തികയാതെ വന്നിട്ട് ഞാൻ കാന്താരിപ്പടപ്പനുണ്ടല്ലോ, കാന്താരിപ്പടപ്പൻ ആമ്പക്കണ്ണും കൂടെ കൂടിയുള്ള അതിൻ്റെ മിക്സ് ചെയ്ത് തണ്ട് എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരു 100 എണ്ണത്തിന് ഒരു 10 തണ്ട് വെച്ച് എൻ്റെ കയറിയിട്ടുണ്ട്. എൻ്റെ കയറുന്നുണ്ട്, പൊക്കമുള്ള കയറുന്നുണ്ട്. അപ്പോൾ ആ പൊക്കമുള്ള തണ്ടും നല്ല എന്ത് കയറുന്നുണ്ട്. അപ്പോൾ ഈ പൊക്കം കുറഞ്ഞ ഇതാണ് ഈ സംഭവം നിൽക്കുന്നത്. അപ്പോൾ ഇത് പരാഗണം നടന്നപ്പോൾ വേറെ അതിലേക്കായി വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, അപ്പോൾ ഒരു മീഡിയം പൊക്കമുള്ള ഒരു ടൈപ്പ്, മീഡിയം പൊക്കമുള്ള ടൈപ്പിലേക്ക് വന്നു. വണ്ണിക്കാനും തുടങ്ങി. അതേസമയം അപ്പോൾ ആ രീതിയിലുള്ള കളക്ട് ചെയ്ത് അല്ല, ഈ രീതിയിലുള്ള അതിനെ കളക്ട് ചെയ്തെടുത്തിട്ട് എൻ്റെ തണ്ടിന്റെ കൂടെ നടും. എൻ്റെ കൂടെ നടക്കുമ്പോൾ അവര് വരുന്ന പ്രാവശ്യം ഈ തണ്ട് ഒറിജിനൽ തണ്ടായിട്ട് മാറുകയാണ്. അതാണ് തണ്ട് മൂലവും പരാഗണം നടത്തും. കൂടെ ആര് കൂടെ സഹവസിക്കുന്ന അവരുടെ മണമാണ് ടേസ്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ അത് സംഭവം അതാണ്. അതായാലും ഒരു മാറ്റവും ഇല്ല. കൂടെ വസിക്കുന്നവന്റെ സ്വഭാവം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ തന്നെ കൂടെ നട്ടിരിക്കുന്ന ചെടി ഇനിയിപ്പം ഇതിന്റെ മറ്റവരെ കൂടുതലുണ്ട്. അതായത് എൻ്റെ പഴയ തണ്ടുണ്ടായിരുന്ന കൂടുതലുണ്ടെങ്കിൽ അവരോടെ കൊണ്ടുവന്നിട്ട് ഇവൻ അങ്ങോട്ട് മാറിപ്പോകും. അതിന്റെ വിളവ് നമുക്ക് നോക്കിയാലോ? അത് ഇത് കിട്ടും. ഏതായാലും വെറൈറ്റി ആയിട്ടുണ്ടായല്ലോ. ഈ തണ്ടിൽ നിന്ന് കാന്താരിപ്പടപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന ഇപ്പോൾ ആ കിടക്കുന്ന മോഡലിൻ്റെ കൂടെ ഞാൻ എൻ്റെ കപ്പത്തണ്ട് കൊണ്ടുവന്നിട്ട് വെറൈറ്റി ആയി വന്നിരിക്കുന്നതാണ് ഈ തണ്ട്. യഥാർത്ഥത്തിലുള്ളതല്ല, പക്ഷേ ഇതും ഇതിൻ്റെ വിളവ് കണ്ടോ സൈഡിലേക്ക് വന്നിരിക്കുന്നു. ഇത് അത്രയും തന്നെ പൂവല്ല. ഇത് കണ്ടോ കളർ കയറി വന്നിരിക്കുന്ന കണ്ടോ, റോസലിയയിലോട്ട് കയറി വന്നിരിക്കുന്ന വെള്ളത്തൊലി മാറി റോസയിലേക്ക് വന്നു. റോസയിലേക്ക് ഈ കാന്താരിപ്പടപ്പിൻ്റെ വെള്ളത്തൊലിയായിരിക്കുമോ? കാന്താരിപ്പടപ്പൻ്റെ വെള്ളത്തിലിയും വരുന്നുണ്ട്. ചെറിയ കാന്താരിപ്പടപ്പൻ വെള്ളത്തൊലിയാ, ആമ്പക്കാടിനും വെള്ളത്തൊലിയാ. നമുക്കിതൊരു നടിയൽ വസ്തു, വെറൈറ്റി നടിയൽ വസ്തു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പരുവോ ആയോ? അതേ ഒന്നും കൂടെ മറിയണം. എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പത്തണ്ട് രൂപത്തിലായിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന കപ്പത്തണ്ട് ആകണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ കിഴങ്ങിന്റെ വലിപ്പം നീളം കണ്ടോ. ഇതാണ് സാധാ കിഴങ്ങിന്റെ വന്നിരിക്കുന്ന തലാക്കപ്പ ഇടുമ്പോൾ ഈ നീളമുള്ളൂ. അതായത് കറുത്ത മിച്ചർ എന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ നല്ല മുണ്ടക്കിഴങ്ങായിരിക്കും. പക്ഷെ ഇവന് ഇത് ഉണ്ടക്കിഴങ്ങ് നല്ല നീളവും കിട്ടും, വലിപ്പവും കിട്ടും. അപ്പൊ അതിന്റെ പരുവത്തിലാകണമെങ്കിൽ ഒന്നും കൂടെ മറിയണം. ഒരെണ്ണം ഞാനിങ്ങ് ഒടിച്ചെടുക്കാം. ഇത് കണ്ടോ, അപ്പൊ ഒരു മുഴം മെച്ചമായി ആയിക്കൊണ്ടിരിക്കുക. ഇത് അപ്പൊ ഈ പരുവത്തില് എല്ലാ കിഴങ്ങുകളും ആവുമോ? ഒന്നും കൂടെ പറഞ്ഞാൽ വരുന്ന കൊല്ലാമത്തിനാവും. അപ്പൊ വരുന്ന പ്രാവശ്യം ഈ തണ്ടുണ്ടല്ലോ ഇപ്പൊ ഈ ലൈവ് വെട്ടിയിട്ടിരിക്കുന്നത്, ഇത് തണ്ട് പരാഗണം നടത്തിയിരിക്കുന്ന. അതായത് കപ്പ തണ്ട് കൂടെ നട്ട് മറ്റേ എൻ്റെ കയ്യിലിരിക്കുന്ന തണ്ടിൻ്റെ കൂടെ നട്ട് തമ്മിൽ പരാഗണം നടത്തി ഈ തണ്ട് കൊണ്ടുപോയി വീണ്ടും എൻ്റെ കൂടെ ഇരിക്കുന്ന തൻ്റെ കൂടെ നട്ട് കഴിഞ്ഞാൽ ഈ തണ്ട് നട്ടിരിക്കുന്ന വരുന്ന കൊല്ലാമത്തിന് ഒറിജിനലായിട്ട് ആയിരിക്കും. അതേസമയം ഈ തണ്ട് കൊണ്ടുപോയി കയ്പുള്ള കപ്പയുടെ കൂട്ടത്തിൽ, അതായത് കുമ്പക്കപ്പയുണ്ടല്ലോ, വെള്ളത്തണ്ടിനോട് ഇട്ട് കഴിഞ്ഞാൽ ഈ തണ്ടിന്റെ വരുന്ന പ്രാവശ്യമായി കഴിയുമ്പോഴത്തേനും പരാഗണം വേണ്ട വരുന്ന പ്രാവശ്യത്തിനും ഈ തണ്ട് എന്നുള്ള തണ്ട് മാറി അടുത്ത തണ്ടാകുമ്പോൾ ഈ തണ്ട് മാറി അടുത്ത തണ്ടാകുമ്പോൾ വെള്ളത്തണ്ടായിട്ട് മാറും. അല്ല, ഉദ്ദേശിച്ച ലക്ഷ്യം കിട്ടും. അല്ല, അത് ഏത് വെള്ള വേണമെന്നുണ്ടെങ്കിൽ വെള്ളയാക്കി എടുക്കാം മൂന്നാമത്തെ തലമുറയിൽ. ചുമലയാണെങ്കിൽ ചുമലയാക്കി എടുക്കാം മൂന്നാമത്തെ തലമുറയിൽ. ഇതിപ്പോ രണ്ടാം തലമുറ ആകുക. ഒന്നും കൂടെ മറിഞ്ഞിട്ട് പിന്നെ അടുത്ത മറവിനെ സവിശേഷ ഗുണം കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.